ഇവരാണ്, ഈ തള്ളയാണ് എന്നെ ഈ രീതിയിൽ ഒരു കുറ്റവാളിയാക്കി മാറ്റിയത്. ഒരു കുറ്റവാളിയുടെ അലർച്ചയാണിത്. ജയിൽ വാർഡൻ പോലും രാത്രിയിൽ അലർച്ച കേട്ട് നടുങ്ങി ഉണരുന്ന അത്ര അഗ്രസീവായ ഒരു ക്രിമിനൽ. കേരളത്തിൽ ആകമാനം ഭയത്തിന്റെ അവസാനമാക്കായ കൊലയാളി. തലക്കടിച്ചു കൊന്ന് ശവത്തെ ഭോഗിക്കുന്ന കോൾഡ് ബ്ലഡഡ് അസാസിനർ റിപ്പർ ചന്ദ്രൻ. ഒരു കൈയിൽ ചുറ്റുകയോ കോടാലിയോ അല്ലെങ്കിൽ സമാനമായ ഭാരമുള്ള എന്തെങ്കിലും ആയുധവും കൊണ്ട് രാത്രിയുടെ ഇരുളിൽ മരണദൂതനായി എത്തുന്ന കൊലയാളിക്ക് ലോകം നൽകിയ പേരാണ് റിപ്പർ. ലോകപ്രശസ്തനായ ഒരു കൊലയാളിയായ ജാക്ക് ദി റിപ്പറുടെ സമാനമായ പാതയിൽ കുറ്റകൃത്യങ്ങൾ നടത്തുന്നവർക്ക് ലഭിക്കുന്ന പേരാണ് റിപ്പർ എന്നത്. ഒരു പ്രത്യേകതരം മാനസികാവസ്ഥയ്ക്ക് അടിമകളാണ് റിപ്പറുകൾ. ഭാരമുള്ള ആയുധം കൊണ്ട് ഇരകളുടെ തലയിലേൽപ്പിക്കുന്ന പ്രഹരത്തിൽ തലയോട് പൊട്ടുന്ന ശബ്ദം, ചിതറിത്തെറിക്കുന്ന തലച്ചോർ, കുതിച്ചൊഴുകുന്ന രക്തം, ഇതെല്ലാം കണ്ട് ഉന്മക്തരാകുന്ന കുറ്റവാളികളാണ് റിപ്പറുകൾ. റിയൽ സൈക്കോ കില്ലേഴ്സ്. അതിൽ തന്നെ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന കൊലയാളികളിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന വ്യക്തിയാണ് റിപ്പർ ചന്ദ്രൻ. 14 കൊലകൾ യാതൊരു കൂസലും കൂടാതെ ചെയ്ത സൈക്കോ കില്ലർ. കാസർഗോഡ് ജില്ലയിൽ രക്തം കൊണ്ട് ചരിത്രം സൃഷ്ടിച്ച, രാത്രികളിൽ ഭയം നിറച്ച മനുഷ്യർ, 7ഓളം ആളുകളെ ജീവച്ഛവമാക്കിയ, 14 പേരെ യമപുരിക്കയച്ച നരാധമൻ മുതുകുറ്റി ചന്ദ്രൻ അഥവാ റിപ്പർ ചന്ദ്രൻ. 80 കാലഘട്ടങ്ങളിൽ കാസർഗോഡിന്റെ രാത്രികൾക്ക് രക്തത്തിന്റെ ഗന്ധമായിരുന്നു. കരിയിലകൾ ഞെരിയുന്ന ശബ്ദം പോലും കാസർഗോഡ് ജില്ലയിലുള്ളവർക്ക് ഭയമായിരുന്നു. മാന്ത്രികനും മായാവിയുമായി വരെ തെറ്റിദ്ധരിപ്പിക്കപ്പെട്ട ആളായിരുന്നു റിപ്പർ ചന്ദ്രൻ എന്നതാണ് ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം. കാരണം ഒരേ സമയം റിപ്പർ ചന്ദ്രനെ പല സ്ഥലങ്ങളിൽ കണ്ടിരുന്നുവെന്ന് ആളുകൾ അടക്കം പറഞ്ഞിരുന്നു. രാത്രികളിൽ ആളുകൾ പല സംഘങ്ങളായി തിരിഞ്ഞ റിപ്പർ ചന്ദ്രനെ പിടിക്കാൻ പല സ്ഥലങ്ങളിൽ ഉറക്കമിളച്ച് അന്വേഷണം നടത്തുന്നു. പക്ഷേ അപ്പോഴും അവരുടെ കുരുക്കിലൊന്നും പെടാതെ ചന്ദ്രൻ കൊലകൾ നടത്തി ഉല്ലസിച്ചു നടന്നു. 1985 മുതൽ 86 വരെയുള്ള ഒരു വർഷക്കാലം 14 കൊലപാതകങ്ങൾ ചന്ദ്രൻ നടത്തി എന്ന് പറയുമ്പോൾ തന്നെ കൊലയിൽ അയാൾക്കുള്ള പ്രാവീണ്യവും കൊലപാതകങ്ങളോടുള്ള അയാളുടെ ആസക്തിയും എത്രമാത്രം ഉണ്ടായിരുന്നു എന്നത് വ്യക്തമാണ്. പക്ഷേ അതിനായി കൂടുതൽ റിസ്ക് എടുക്കാനൊന്നും ചന്ദ്രന് താല്പര്യമില്ലായിരുന്നു. ഹൈവേകളോടും റെയിൽവേ ലൈനോടും ചേർന്നുള്ള സുരക്ഷിതമല്ലാത്ത വീടുകൾ കൊലപാതകത്തിനായി തിരഞ്ഞെടുക്കുന്ന ചന്ദ്രൻ ചിലയിടങ്ങളിൽ കൊലപാതകങ്ങൾക്ക് ശേഷം ശവഭോഗവും നടത്തിയിരുന്നു. കർണാടകയിലെ ചിക്കമംഗളൂരിൽ വെച്ച് 1986 ഫെബ്രുവരി 26 അറസ്റ്റിലായില്ലായിരുന്നുവെങ്കിൽ 14 എന്ന മരണസംഖ്യ കൂടുതൽ ഉയർന്നേനെ. വിചാരണ അതിവേഗത്തിലാണ് നടന്നത്. 1987 കോടതി ചന്ദ്രനെ തൂക്കിക്കൊല്ലാൻ വിധിക്കുകയും ചെയ്തു. ചന്ദ്രൻ കൊലയിൽ മാത്രം ചരിത്രം സൃഷ്ടിച്ച വ്യക്തിയല്ല, കേരളത്തിൽ അവസാനമായി തൂക്കിക്കൊല്ലപ്പെട്ട കുറ്റവാളിയും റിപ്പർ ചന്ദ്രനാണ്. ഇരുട്ടിൽ ആയുധവുമായി വന്ന മരണത്തിന്റെ ദൂതൻ, 14 നിരപരാധികളെ ശീതളമായി കൊലപ്പെടുത്തിയ റിപ്പർ ചന്ദ്രന് സമൂഹം നൽകിയ നിർവചനമായിരുന്നു അത്. അവന്റെ അപ്രതീക്ഷിതവും ക്രൂരവുമായ ആക്രമണത്തിന് വിധേയരായ ചിലർ മരണം വരെ അവരെ കൊണ്ടുപോകുന്നതിന് മുമ്പ് വർഷങ്ങളോളം ബോധരഹിതരായി കിടപ്പിലായിരുന്നു. 1985-86 കാലഘട്ടത്തിലാണ് റിപ്പർ ചന്ദ്രന്റെ പേര് വടക്കേ മലബാറിലെ ജനങ്ങളുടെ മനസ്സിൽ ഭീതി വിതച്ചത്. റിപ്പർ ആക്രമണം ഭയന്ന ആളുകൾ വൈകുന്നേരം 6 മണിക്ക് ശേഷം പുറത്തിറങ്ങാൻ വിസമ്മതിച്ചു. റോഡുകൾ വിജനമായി. കണ്ണൂർ, കാസർഗോഡ്, വയനാട് ജില്ലകളിലെ വിവിധ ഭാഗങ്ങളിൽ പ്രത്യക്ഷപ്പെട്ടിരുന്നു. ഈ കൊടും കുറ്റവാളിക്കായി പോലീസ് മുഴുവൻ തിരച്ചിൽ ആരംഭിച്ചിരുന്നു. അയാൾ നടത്തിയ 14 കൊലപാതകങ്ങളിൽ ദമ്പതികളെ മാത്രം കൊലപ്പെടുത്തിയ കേസിലാണ് വധശിക്ഷ വിധിച്ചത്. മറ്റെല്ലാ കേസുകളിലും ജീവപര്യന്തം തടവിന് ശിക്ഷിക്കപ്പെട്ടു. കഴുമരത്തിന്റെ മുന്നിൽ പോലും ഭയക്കാതെ നിന്ന ക്രൂരതയുടെ പര്യായമായിരുന്നു റിപ്പർ ചന്ദ്രൻ എന്ന് അന്നത്തെ ജയിൽ സൂപ്രണ്ടായിരുന്ന NV കരുണാകരൻ ഓർക്കുന്നു. അവസാനമായി എന്തെങ്കിലും ആഗ്രഹമുണ്ടോ എന്ന് റിപ്പറോട് ചോദിച്ചപ്പോൾ ഇല്ല എന്നായിരുന്നു മറുപടി.
ഞങ്ങളുടെ കൃത്യനിർവഹണം നടത്തുമെന്ന് അറിയിച്ചപ്പോൾ ചായ ചോദിച്ചു. കപ്പിൽ നിന്ന് കുറച്ച് കുടിച്ചു. പിന്നെ ശാന്തമായി ജയിലിന്റെ ഇടനാഴിയിലൂടെ നേരെ തൂക്കുമരത്തിലേക്ക് നടന്നു. കൈകൾ പിന്നിൽ കെട്ടി തലയിൽ മാസ്ക് ഇട്ടിരുന്നു. തൂങ്ങി മരിക്കാനൊരുങ്ങുന്ന ചന്ദ്രന്റെ ഹൃദയമിടിപ്പ് അടുത്തുണ്ടായിരുന്നവർക്ക് കേൾക്കാമായിരുന്നു. ഉദ്യോഗസ്ഥരുടെ ഹൃദയമിടിപ്പ് കൂടിക്കൊണ്ടേയിരുന്നു. ആരും പരസ്പരം മുഖത്തു നോക്കാൻ ധൈര്യപ്പെട്ടില്ല. കോടതി വിധി നടപ്പാക്കാൻ പോവുകയാണെന്ന് പറഞ്ഞപ്പോൾ ചന്ദ്രൻ പതിഞ്ഞ സ്വരത്തിൽ പറഞ്ഞു, ഞാൻ തയ്യാറാണ് സാർ. അതായിരുന്നു അദ്ദേഹത്തിന്റെ അവസാന വാക്കുകൾ. ചന്ദ്രന്റെ മൃതദേഹം ഏറ്റുവാങ്ങാൻ ആരും എത്തിയില്ല. മൃതദേഹം നാട്ടിലേക്ക് കൊണ്ടുപോയാൽ നാട്ടുകാരുടെ ഭാഗത്തു നിന്നും പ്രതിഷേധമുണ്ടാകുമെന്ന സഹോദരൻ പറഞ്ഞു. മരിച്ച ചന്ദ്രനെ പോലും ആളുകൾ ഭയപ്പെട്ടു എന്ന് പറയുമ്പോൾ തന്നെ ചന്ദ്രൻ എന്ന വാക്ക് ജനങ്ങളിൽ ഉണ്ടാക്കിയ ഭയത്തിന്റെ ആഴം എത്രയുണ്ട് എന്ന് മനസ്സിലാക്കാം. ഒരു കള്ളുചെത്തുകാരൻ എങ്ങനെ ഇന്ത്യയെ തന്നെ പിടിച്ചു കുലുക്കിയ കൊലയാളിയായി എന്നത് ഇവിടെ പ്രസക്തമാണ്. റിപ്പർ ചന്ദ്രന്റെയൊപ്പം ഒരു സഹായിയും കൂടെ ഉണ്ടായിരുന്നു. പോലീസ് ഉദ്യോഗസ്ഥരെ പോലും ഭയപ്പെടുത്താൻ ചന്ദ്രന് സാധിച്ചിരുന്നു എന്ന് പറയുമ്പോൾ നമുക്ക് മനസ്സിലാകും ചന്ദ്രൻ എന്ന വ്യക്തിയുടെ ചെയ്തികളുടെ ആഴം. രാത്രികാലങ്ങളിൽ ചന്ദ്രനെ തിരഞ്ഞിറങ്ങുന്ന പോലീസ് സംഘം തങ്ങളുടെ കുടുംബത്തെ സുരക്ഷിതമായ സ്ഥലങ്ങളിൽ ആക്കിയതിനു ശേഷമാണ് ചന്ദ്രനെ തിരഞ്ഞിറങ്ങിയിരുന്നത്. സ്വന്തം നാട്ടിൽ ഒരു കൊലപാതകം പോലും നടത്താത്ത വ്യക്തിയാണ് ചന്ദ്രൻ. പറശ്ശിനി മുത്തപ്പന്റെ കടുത്ത ഭക്തനാണ് റിപ്പർ ചന്ദ്രൻ എന്നൊരു കഥയും കണ്ണൂരിൽ വ്യാപിക്കുന്നു. ഓരോ കൊലയ്ക്ക് ശേഷവും പറശ്ശിനി മുത്തപ്പന്റെ നടക്കിലെത്തി പ്രത്യേക പൂജകൾ ചെയ്തിരുന്നു എന്നൊരു കഥയും കേട്ടുവരുന്നു. ചന്ദ്രന്റെ ആദ്യത്തെ കൊല കർണാടകയിലായിരുന്നു. അവിടെ കൊല ചെയ്യപ്പെട്ടത് 2 സ്ത്രീകൾ. ശേഷം കൊലപാതക പരമ്പര അരങ്ങേറുന്നത് കാസർഗോഡ് ജില്ലയിൽ. തുടർച്ചയായ 4 മരണങ്ങൾ. ആ കൊലപാതകങ്ങളിലെ സമാനതയാണ് റിപ്പർ അസാസിനേഷൻ ആണ് നടക്കുന്നത് എന്ന പോലീസിന് സംശയമുണ്ടാക്കിയത്. അടച്ചുറപ്പില്ലാത്ത വീടുകളിൽ പുരുഷന്മാരില്ലെന്നുറപ്പാക്കി സ്ത്രീകളെ മാത്രം തലക്കടിച്ച് കൊല്ലപ്പെടുത്തുന്ന കൊലയാളി, കൊല്ലുന്ന സ്ത്രീകളെ ബലാത്സംഗം ചെയ്യുന്ന കൊടും ക്രിമിനൽ. പക്ഷേ അടിക്കെട്ടിയിട്ടും കൊല്ലപ്പെടാത്ത അവശേഷിച്ച ഒരു കുട്ടിയിൽ നിന്നും റിപ്പറുടെ ഒരു മുഖം പോലീസിന് ലഭിക്കുകയായിരുന്നു. ആ മുഖം ചന്ദ്രന്റേതായിരുന്നു. മുതുകുറ്റി ചന്ദ്രൻ എന്ന റിപ്പർ ചന്ദ്രൻ. പോലീസിന്റെ വലയിൽ നിന്നും ഒരിക്കൽ ചന്ദ്രൻ ഊരിപ്പോയ കഥയുമുണ്ട്. റിപ്പർ കൊലപാതകം നാട് മുഴുവൻ നടക്കുന്നു. കൊലയാളിയെ പിടികൂടാൻ സാധിക്കാതെ പോലീസ് തട്ടം തിരിയുന്നു. അങ്ങനെ രാത്രിയിൽ പുറത്ത് അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്നവരെ ഒന്നാകെ അറസ്റ്റ് ചെയ്യുവാൻ തീരുമാനമെടുക്കുന്നു. അങ്ങനെ ഒരു രാത്രിയിൽ ഏകദേശം 30ഓളം ആളുകളെ പോലീസ് അറസ്റ്റ് ചെയ്യുന്നു. അവരെ സെല്ലിൽ അടയ്ക്കുകയും വിരലടയാളം എടുക്കുകയും ചെയ്യുന്നു. പക്ഷേ അവിടെയാണ് ചന്ദ്രനെ ഭാഗ്യം തുണയ്ക്കുന്നത്. അന്നേ ദിവസം സ്റ്റേഷനിലേക്ക് ഒരു കർഷക മാർച്ച് നടക്കുകയും അതിലെ ആളുകളെ അറസ്റ്റ് ചെയ്ത് വിട്ടയക്കുന്ന കൂട്ടത്തിൽ തന്ത്രപൂർവ്വം ചന്ദ്രൻ രക്ഷപ്പെടുകയും ചെയ്യുകയായിരുന്നു. അതിനുശേഷം പിടിയിലാകുന്നത് ചിക്കമംഗളൂരുവിൽ വെച്ചായിരുന്നു. ജയിൽ ജീവിതത്തിൽ മനോരോഗികളുടെ ചേഷ്ടകൾ പ്രകടിപ്പിക്കുന്ന റിപ്പർ ചന്ദ്രൻ സ്വയം മാപ്പിരക്കുകയും അലറി വിളിക്കുകയും ചെയ്തിരുന്ന റിപ്പർ ചന്ദ്രന്റെ രൂപം ഇന്നും അന്നത്തെ ജയിൽ ജീവനക്കാരുടെ മനസ്സിൽ മായാതെ നിൽക്കുന്നുണ്ട്. ലോകമെമ്പാടും 100 കണക്കിന് സൈക്കോ സീരിയൽ കില്ലേഴ്സ് ഉണ്ട്. പക്ഷേ അവയിൽ ആദ്യത്തെ 10-ൽ കേരളത്തിൽ നിന്നുള്ള റിപ്പർ ചന്ദ്രനുമുണ്ട് എന്നതാണ് സത്യം. മറ്റൊരു കഥയുമായി അബാക് മീഡിയയിലൂടെ വീണ്ടും കാണാം.